വെൽക്കം ബാക്ക് ടു കീസ് ഗാലറി. അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ഹോളിഡേ ആയിട്ട് രാവിലെ തന്നെ കുട്ടിയും പറിച്ച് പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് അറിയോ? ഒരു പെറ്റ്സ് പാർക്കിലേക്കാണ്. പാലക്കാട് നെന്മാറയിലുള്ള ഒരു പെറ്റ്സ് പാർക്ക്. അപ്പൊ നമുക്ക് പാർക്ക് എങ്ങനെയുണ്ട്, അവിടെ എന്തൊക്കെ പെറ്റ്സാ ഉള്ളതെന്നൊക്കെ പോയി നോക്കിയിട്ട് വരാം കേട്ടോ. എൻട്രൻസിൽ തന്നെ ഒരു കുതിരയെ നിർത്തിയിട്ടുണ്ട്. ഇത് റൈഡിങ്ങിനുള്ള കുതിരയാണ്. പിന്നെ അവിടെ വേറെ കുറെ ആൾക്കാർക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, നമ്മുടെ ഓണ്ടുകുട്ടൻ ഇരിക്കുന്നുണ്ട്. പിന്നെ അധികം കയ്യിലെടുത്തിട്ട് എനിക്ക് ആദ്യം ചെറിയ പേടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്റെ കയ്യിൽ ഇരുന്നിട്ട് അത് ശ്വാസം എടുക്കുന്ന സമയത്ത് എനിക്ക് ആകെ ടെൻഷനായിരുന്നു. ദൈവമേ കയ്യിൽ നിന്ന് താഴെ പോകും. ഓന്തിനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വാവാക്കീർത്തി ആയിട്ടോ. അമ്പിനെ എടുത്തപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പേടിക്ക് പോയിട്ടോ. ശരിക്കും ഒരു റബ്ബർ എടുക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയുള്ളൂ. ഏട്ടൻ മാത്രമല്ല, ഞാനും പഞ്ചവർണ്ണ കിളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ആരും അത് വീഡിയോ എടുത്തു തന്നില്ല. ഈ കിളി നല്ലോണം കടിക്കുന്നുണ്ട് കേട്ടോ കയ്യിലൊക്കെ. ഹെലനോ മറ്റോ ഇതിന്റെ പേര്, അങ്ങനെ എന്തോ ആണ് അവർ വിളിച്ചത്. ആ വെറുതെ വാജ് കടിച്ച സമയങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്നെ കണ്ടോളൂ കേട്ടോ വീഡിയോയിൽ എന്തൊക്കെയാ ഉള്ളതെന്ന്. അവിടെയുള്ള പെറ്റ്സിനൊക്കെ കണ്ടിട്ട് ദുണ്ടൂസ് ആകെ വണ്ടടിച്ചിരിക്കാണ് കേട്ടോ. അവിടുത്തെ പെറ്റ്സിന്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുരങ്ങനെയാണ് കേട്ടോ. അത് നമുക്ക് നല്ല രീതിക്ക് പോസൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. കുറേ പോസിലൊക്കെ നിന്ന് ആര് ഫോട്ടോ എടുക്കാൻ വന്നാലും നല്ല ഭംഗിയായിട്ടൊക്കെ നിന്ന് കൊടുക്കുന്നുണ്ട്. എനിക്കതിനെ ഭയങ്കര ഇഷ്ടമായി. അവിടെ ഏറ്റവും വയലന്റ് ആയിട്ടുണ്ടായിരുന്നത് ഈ ഓസ്ട്രിച്ച് ആണ്. അത് ഇങ്ങനെ ചവിട്ടി ചെളിയൊക്കെ തെറിപ്പിക്കുക, ഒച്ച ഉണ്ടാക്കുക, കമ്പിയെല്ലാം കടിച്ചു പറിക്കുക. ചിലപ്പോൾ ആൾക്കാരൊക്കെ കാണാൻ വന്ന ഇതിനെ ഡിസ്റ്റർബ് ചെയ്തിട്ടായിരിക്കും. എന്തായാലും ആള് ഭയങ്കര വയലന്റ് ആയിരുന്നു. ആ പാർക്കിലെ ചേട്ടൻ എന്നോട് തീറ്റയും കൊണ്ട് കിളികളുടെ കൂട്ടിലോട്ട് കയറി പൊക്കോളം പറഞ്ഞു. കയറിയിട്ട് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ കയ്യിൽ തീറ്റയൊക്കെ എങ്ങോട്ട് പോയി എനിക്കറിയില്ല. എല്ലാം കൂടെ വന്ന് കുത്തിപ്പറക്കി കൊണ്ടുപോയി. ഒരു കിളി എന്റെ മേത്ത് വന്നിട്ടാണെങ്കിൽ പോകുന്നില്ല. എന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അതെങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ പാർക്ക് മാത്രമല്ല ചെറിയൊരു പ്ലേ ഏരിയ കൂടി ഉണ്ട്. ഞങ്ങളൊരു സാറ്റർഡേയിലാണ് പോയത്. അന്ന് എനിക്ക് തോന്നുന്നു സ്കൂൾ ഉണ്ടായിരുന്ന ദിവസമായിരുന്നുകൊണ്ട് അധികം റഷൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അധികം കുട്ടികളും ആദ്യം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഊഞ്ഞാലും ഒരു സെല്ലൊക്കെ ഞങ്ങളൊക്കെ കയറി കളിച്ചു കേട്ടോ. അത്യാവശ്യം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. മൊത്തം എൻട്രി ഫീ വന്നിട്ട് പെർ ഹെഡ് 150 rupees ആണ്. പക്ഷെ 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ലഞ്ചൊക്കെ കഴിഞ്ഞ് വന്നത് പോത്തുണ്ടി ഡാമിലേക്കാണ് കേട്ടോ. മഴയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കുമല്ലോ ആ സമയത്തൊക്കെ ഡാം കാണാനായിട്ട്. അവിടെ ഒന്ന് നോക്കാൻ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. പതുക്കെ പതുക്കെ ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങി വരുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസം എല്ലാവരും കൂടെ അടിപൊളിയായി. അപ്പം അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.